കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PV അൻവർ ചില പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. തിരുവമ്പാടി അല്ലെങ്കിൽ കൊടുവള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ലക്ഷ്യം വെക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ്. തൃണമൂലിന്റെ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി ലീഗ് നേതാക്കളെ സ്വാധീനിക്കാനുള്ള അൻവറിന്റെ നീക്കം ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. തനിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് തെളിയിക്കുന്നതിലൂടെ UDF പ്രവേശനം വേഗത്തിലാക്കാനും അൻവർ ലക്ഷ്യമിടുന്നു. ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും കഴിഞ്ഞ ദിവസം അൻവറിനായി കേരളത്തിലെത്തി. കോൺഗ്രസുമായി ചേർന്നുള്ള രാഷ്ട്രീയമാണ് അൻവർ ലക്ഷ്യമിടുന്നതെങ്കിലും തൃണമൂലിന്റെ ഈ ദേശീയ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ കണ്ടില്ല. പകരം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും താമരശ്ശേരി ബിഷപ്പിനെയും കണ്ടു. അൻവറിന്റെ ഈ നീക്കത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കാൻ ഒരുങ്ങുന്നത് നിലമ്പൂർ മുന്നിൽ കണ്ടല്ല. പകരം തിരുവമ്പാടിയോ അല്ലെങ്കിൽ കൊടുവള്ളി സീറ്റോ ആണ് ലക്ഷ്യം. രണ്ട് സീറ്റും മുസ്ലിം ലീഗ് മത്സരിക്കുന്നവ. അതായത് അൻവറിന്റെ മുന്നണി പ്രവേശന തീരുമാനത്തിൽ വ്യക്തതയുണ്ടാകണമെങ്കിൽ മത്സരിക്കുന്ന സീറ്റിൽ മുൻപേ ധാരണയുണ്ടാകണം. ഇതിന് മുസ്ലിം ലീഗ് കനിയുകയും വേണം. ലീഗ് നേതൃത്വത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഇതിന്റെ ഭാഗമാണ്. വനം വന്യജീവി വിഷയങ്ങൾ ഏറ്റവും അധികം ചർച്ചയാകുന്ന കുടിയേറ്റ മേഖലകളിൽ ഒന്നാണ് തിരുവമ്പാടി. പലവട്ടം മുസ്ലിം ലീഗ് വിജയിച്ച മണ്ഡലം. പക്ഷേ ഇപ്പോൾ 2 തവണയായി LDFന്റെ കൈവശമാണിത്. മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ PV അൻവറിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗും വിട്ടുവീഴ്ച ചെയ്തേക്കും. മേഖലയിൽ സ്വാധീനമുള്ള എല്ലാ മതനേതാക്കന്മാരെയും മലയോര മേഖലയിൽ വൈകാരികമായി പ്രചരിക്കുന്ന വനം വന്യജീവി വിഷയവുമെല്ലാം PV അൻവർ വിടാതെ പിന്തുടരുന്നത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. മറ്റൊന്ന് കൊടുവള്ളി മണ്ഡലമാണ്. ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അൻവർ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. മുൻ ഇടത് MLA കാരാട്ട് റസാഖ് അടക്കമുള്ളവർ അൻവറിന് പിന്തുണ നൽകുമെന്നതും സാധ്യതയാണ്. ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ ഏകാഭിപ്രായമില്ല. വനം വന്യജീവി വിഷയത്തിൽ അൻവർ സംഘടിപ്പിച്ച സെമിനാറിൽ ക്ഷണമുണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതുമില്ല. മുസ്ലിം ലീഗിന്റെ 2 MLAമാരാണ് പരിപാടിയിൽ ഉണ്ടായിരുന്നത്, N ഷംസുദ്ദീനും UA ലത്തീഫും. നിർണായക ഘട്ടങ്ങളിൽ ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് PV അൻവർ ഈ നടപടികളിലൂടെ ചെയ്യുന്നത്. അൻവറിനെ UDFന്റെ ഭാഗമാക്കുവാൻ കോൺഗ്രസിനേക്കാൾ താൽപര്യം മുസ്ലിം ലീഗിനുണ്ട് താനും. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ സന്ദർശനം അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏറെ നിർണായകവുമാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.